ഹായ് ഡിയേഴ്സ്, എവർക്കും ആശുത കെമിസ്ട്രിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയിരുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ. സോ അതിൽ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ലോസിൽ ഫസ്റ്റ് ലോ ആയിട്ടുള്ള ബോയ്സ് ലോനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള ഗ്യാസ് ലോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഡിയേഴ്സ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാൾസ് ലോനെ കുറിച്ചിട്ടാണ്. സോ ഓൾറെഡി നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. എന്താണ് അവിടെ പഠിച്ചിരുന്നത്? സോ നമ്മുടെ 4 പാരാമീറ്റേഴ്സ് അല്ലേ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ആ 4 പാരാമീറ്റേഴ്സിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് നമ്മളുടെ ചാൾസ് ലോ പറയുന്നത് അല്ലേ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ ചാൾസ് ലോ പറയുന്നത്. അപ്പോൾ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള രണ്ടുപേരും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ അറ്റ് constant pressure the volume of a fixed amount of gas is directly proportional to temperature in Kelvin scale. അല്ലെങ്കിലോ is directly proportional to absolute temperature. The volume is directly proportional to absolute temperature. ഇതിൽ എങ്ങനെ വേണമെങ്കിലും പറയാം അല്ല. അപ്പോൾ ഇതാണ് നമ്മൾ 10ൽ പഠിച്ചു വെച്ചിരുന്നത്. സോ എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാലോ വോളിയം കുറയും. അതാണ് അതിൻ്റെ റൂള് അല്ലേ. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? പൊട്ടും, ബ്ലാസ്റ്റ് ആവും. എങ്ങനെയാണ്? കാരണം വെയിലത്ത് വെക്കുമ്പോൾ ചൂട് വരികയില്ലേ. ചൂട് വരിക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുക എന്നർത്ഥം. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ബലൂണിന് അകത്തുള്ള ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസിൻ്റെ വോളിയം കൂടാനായിട്ട് തുടങ്ങും. വോളിയം കൂടാന്ന് വെച്ചാൽ ഗ്യാസ് ഇങ്ങനെ വീർത്ത് വരികയാണ്. സോ അങ്ങനെ ബലൂണ് വീർക്കുന്നു, അവസാനം ആ ബലൂണ് പൊട്ടുന്നു. അതാണ് സംഭവിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിലോ, വേനൽക്കാലങ്ങളിൽ വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലേ. സോ അത് എന്തുകൊണ്ട്? സെയിം റീസൺ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് the volume of the gases inside the tire also increases and eventually the tire gets blasted. നമുക്കറിയണ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കും അവർ. അപ്പോൾ ഇത് സംഭവിക്കുന്നു, അത് എന്തുകൊണ്ട്? ഇങ്ങനെ സംഭവിച്ചാൽ അത് എന്തുകൊണ്ട്? ഏത് ലോ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കും. അതെല്ലാം ഓൾറെഡി പഠിച്ച കാര്യം. സോ ആക്ച്വലി എന്താണ് ചാൾസ് ലോയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ചാൾസ് എന്നുള്ള സയൻറ്റിസ്റ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. സോ അദ്ദേഹം മനസ്സിലാക്കി എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/273.15 ടൈംസ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം കൂടും. ഇത്രയും ടൈംസ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇനീഷ്യൽ വോളിയം V0 ആണെന്ന് വിചാരിക്കുക. ആ ഗ്യാസിൻ്റെ ഇനീഷ്യൽ വോളിയം V0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ഇത്രയും ടൈംസ് കൂടും എന്നർത്ഥം. എത്ര ടൈംസ്? 1/273.15 ഇൻറ്റു V0 ടൈംസ് കൂടും. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കൂട്ടിയതെങ്കിലോ 2/273.15 ഇൻറ്റു V0 ടൈംസ് കൂടിയിരിക്കും. V0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വോളിയമാണ് V0. ഓക്കെ, സോ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ വോളിയം ഇതാണ്. ആ വോളിയത്തിൻ്റെ ഇത്രയും ടൈംസ് കൂടും എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും ടൈംസ് ആയി. അപ്പോൾ പുതിയ വോളിയം എത്രയായിരിക്കും? ഇതേ പ്ലസ് ഇതായിരിക്കും. അത്രയും ടൈംസ് കൂടുന്നതാണല്ലോ. ഇപ്പോൾ 100ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൻ്റെ 5% 5 ആണ്. അപ്പോൾ 5% കൂടി എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 105. കാരണം ഓൾറെഡി ഉള്ള വാല്യൂ 100. ഇനി 5% കൂടി, 5% എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ 100 + 5 105 ആണല്ലോ. അപ്പോൾ അതേപോലെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ വോളിയം ഇത്രയും കൂടും എന്നാണ് അർത്ഥം. ഇത്രയും കൂടും. അപ്പോൾ ഇപ്പോഴത്തെ വോളിയം എത്രയാണ്? ഇനീഷ്യൽ വോളിയം പ്ലസ് ഇത് അല്ലേ. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂട്ടിയിരുന്നതെങ്കിലോ വോളിയം ഇത്ര കണ്ട് കൂടും. അപ്പോൾ പുതിയ വോളിയം ഇതേ പ്ലസ് ഇത്. അപ്പോൾ അതേപോലെ T ഡിഗ്രി സെൽഷ്യസ് ആണ് കൂട്ടിയിരുന്നതെങ്കിൽ, ടെമ്പറേച്ചർ നമ്മൾ T ഡിഗ്രി സെൽഷ്യസ് ആണ് കൂട്ടിയിരുന്നതെങ്കിൽ വോളിയം എത്ര കൂടും? T/273.15 ഇൻറ്റു V0 അത്രയും കൂടും. അപ്പോൾ പുതിയ വോളിയം എത്രയായിരിക്കും? പുതിയ വോളിയത്തിന് VT എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ പഴയ വോളിയം പ്ലസ് ഇപ്പം എത്ര കൂടിയോ അത് ആണല്ലോ. ഇതാണല്ലോ വരിക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? V0 ആണ് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ V0 ആണ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആര് വരും?
ബാക്കി 1+, കാരണം ഇവിടെ V0 പോയി കഴിഞ്ഞാൽ വേറെ ആരുമില്ല, അപ്പോൾ ബാക്കി 1. ഇനി ഇവിടുന്ന് V0 പോയി ബാക്കി ആരുണ്ട്? T/273.15 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ? V0 ഇൻറ്റു ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ വരും? 273.15 പ്ലസ് T/273.15 എന്ന് കിട്ടും. അല്ല, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് പുതിയ ടെമ്പറേച്ചർ സ്കെയിലിനെ രൂപപ്പെടുത്തിയത്. 273.15 പ്ലസ് T, അതാണ് പുതിയ ടെമ്പറേച്ചർ സ്കെയിൽ, ദി കെൽവിൻ സ്കെയിൽ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 273.15 പ്ലസ് ചെയ്താൽ മതി അല്ലേ? സോ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273.15 പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെൽവിൻ ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ കെൽവിൻ കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ ദിസ് 273.15 പ്ലസ് T എന്ന് വെച്ചാൽ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ആണല്ലോ. അപ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ കൂടെ 273.15 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? കെൽവിൻ കിട്ടും. ആ കെൽവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയും. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിപ്പിച്ചു തന്നു അല്ലേ? സോ കെൽവിനെ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയും. അതുകൊണ്ടാണ് ആ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞത്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ, അങ്ങനെയും പറയാം. അല്ലെങ്കിലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇങ്ങനെയും പറയാം. രണ്ടും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് ചാൾസ് ലോ എന്നുള്ള കാര്യം നമുക്ക് കിട്ടി ആണല്ലോ. സോ ഇങ്ങനെയാണ് ചാൾസ് ലോയിലോട്ട് എത്തിയിട്ടുള്ളത്. സോ ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? V പ്രൊപ്പോർഷണൽ ടു T അല്ലേ? V പ്രൊപ്പോർഷണൽ ടു T എന്നുള്ളതാണ് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ വേറെ എങ്ങനെയൊക്കെ മാറ്റാം? ഓൾറെഡി ബോയ്ൽസ് ലോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇപ്പം V = K2 × T എന്ന് വരും അല്ലേ? V = K2 × T എന്ന് വരും. കാരണം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ ടീനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ? V/T = K2, അതായത് ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. V/T ഈസ് എ കോൺസ്റ്റന്റ്. ചാൾസ് ലോന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, വൺ ഓഫ് ദി മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? V/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനെ തന്നെ വേറെ എങ്ങനെയും കൂടി നമുക്ക് എഴുതാം. V1 / T1 = V2 / T2 എന്ന് എഴുതാം ആണല്ലോ. ഞാൻ തന്നെ എല്ലാം എഴുതി തരുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ബോയ്സ് ലോ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ലോ പഠിച്ച് അതേപോലെ അടുത്ത ലോ എഴുതാൻ ശീലിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഫോമാറ്റും കൂടി നിങ്ങളൊന്ന് എഴുതുക. പിന്നെ അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ എന്തായാലും പ്രോബ്ലംസിനെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അപ്പോൾ നോക്കാം. സോ എനിവേ ഇപ്പോൾ ഇക്വേഷൻസ് ഒന്നും പഠിച്ചു വയ്ക്കുക, ആ ലോ എന്ത് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ അപ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ ആയിരുന്നു വെയിലത്ത് വെച്ചാൽ ബലൂൺ പൊട്ടുന്നതും അതേപോലെ ടയറുകൾ പൊട്ടുന്നതൊക്കെ അപ്ലിക്കേഷൻസ് ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. VT = V0 × 273.15 പ്ലസ് T / 273.15 അല്ലേ? സോ ഇതിൽ VT എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ വോളിയം ആണല്ലോ. ഗ്യാസിൻ്റെ വോളിയം എപ്പോഴെങ്കിലും 0 ആവുമോ? ഇല്ല, ഒരിക്കലും ഒരാളുടെ വോളിയം എന്താവില്ല? 0 ആവില്ല. അപ്പോൾ 0 ആവില്ല, ഇനി അതിനേക്കാളും കുറവാകുമോ? ഇല്ല. അതായത് നെഗറ്റീവ് വാല്യൂ ഒരിക്കലും വരില്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് അസ്യൂം ചെയ്യാം ഗ്യാസിൻ്റെ വോളിയം 0 ആണെന്ന് വിചാരിക്കുക. ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 0 ആയിരിക്കുമല്ലോ. അതിനേക്കാളും താഴോട്ടേക്ക് നെഗറ്റീവായിട്ട് ഒരിക്കലും ആയിട്ട് പോവില്ല, വോളിയം പോവില്ല, നമുക്കറിയാം. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം 0 എന്ന് പറഞ്ഞാലുള്ള അർത്ഥം ഈ VT 0 ആയി എന്നാണ് അർത്ഥം അല്ലേ? VT 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? V0 0 അല്ല. കാരണം V0 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുത്തിരുന്നത്? ഇനീഷ്യൽ വോളിയം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വോളിയമാണ് V0 എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ആണല്ലോ. അതെന്തായാലും 0 അല്ല. ഏത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ എല്ലാ ഗ്യാസസും ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത് 0 അല്ല, ദെൻ ഓട്ടോമാറ്റിക്കലി ഇയാളാണല്ലോ 0 ആവേണ്ടത്. അതെ, അപ്പോൾ ഇയാൾ 0 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡിനോമിനേറ്റർ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിന് അവിടെ റോൾ ഇല്ല. പിന്നെ എന്താവണം? ഈ ന്യൂമറേറ്ററിലുള്ള ആൾ 0 ആവണം. അതായത് 273.15 പ്ലസ് T = എന്താവണം? 0 ആയിട്ട് മാറണം. സോ ഇത് 0 ആണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ടിയുടെ വാല്യൂ എത്രയാവണം? -273.15 ഡിഗ്രി സെൽഷ്യസ് ആവണം. ആൻഡ് ദിസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ് ദി മിനിമം ടെമ്പറേച്ചർ ദാറ്റ് വി കാൻ അക്വയർ ഓർ അറ്റൈൻ. നമ്മളെ കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ടെമ്പറേച്ചറാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അതിനും താഴോട്ടേക്ക് ഒരിക്കലും ടെമ്പറേച്ചർ പോവില്ല. എന്ന് വെച്ചാൽ ഇതാണ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അവൈലബിൾ. പക്ഷേ ഇതുപോലെ നമ്മൾ എത്തിയിട്ടില്ല.
ഇതുപോലെ നമ്മൾ എത്തിയിട്ടില്ല. എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഗ്യാസ് എന്തായിട്ടുണ്ടാവും, ലിക്വിഫൈഡ് ആയിട്ടുണ്ടാവും. കാരണം ഈ ടെമ്പറേച്ചറിൽ -273.15 ടെമ്പറേച്ചറിൽ ഗ്യാസസിൻ്റെ വോളിയം എന്താണ്, 0 വോളിയമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തില്ല. അതിന് മുമ്പ് തന്നെ ഗ്യാസ് ഒക്കെ എന്തായിട്ടുണ്ടാവും, ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും. സോ ടെമ്പറേച്ചർ കുറച്ച് വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാസ് ഒക്കെ എന്താണ്, ലിക്വിഡായിട്ട് മാറുകയാണ്. സോ എനിവേ ഈ ഒരു ടെമ്പറേച്ചർ ഏത് -273.15 ടെമ്പറേച്ചർ ഓർ 0 കെൽവിൻ. കാരണം അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചർ കിട്ടും. തൊട്ട് മുമ്പ് പറഞ്ഞാണ് അല്ലേ, 273.15 ഈ ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൂട്ടിയാൽ കെൽവിൻ കിട്ടണം. അപ്പോൾ കെൽവിൻ എത്രയാണ്, 0. സോ കെൽവിൻ ടെമ്പറേച്ചറിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മിനിമം ടെമ്പറേച്ചർ 0 ആണ്. അതായത് കെൽവിൻ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. ടെമ്പറേച്ചറിൻ്റെ 4 യൂണിറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹൈറ്റ്, റാൻകൈൻ, ഡിഗ്രി റാൻകൈൻ, ഇത് 3 യൂണിറ്റും എന്താവും, നെഗറ്റീവ് വാല്യൂയിലോട്ട് വരും. പക്ഷേ കെൽവിൻ മാത്രം ഒരിക്കലും നെഗറ്റീവ് വാല്യൂയിലോട്ട് വരില്ല. 1 കെൽവിൻ, 2 കെൽവിൻ, 3 കെൽവിൻ, 0 കെൽവിൻ എന്നൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ നെഗറ്റീവ് കെൽവിൻ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് ദിസ് വാല്യൂ ഏത് -273.15 ഡിഗ്രി സെൽഷ്യസ് വിച്ച് മീൻസ് ദ 0 കെൽവിൻ. ഇത്രയും ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാലുള്ള അർത്ഥം എത്രയാണ്, 0 കെൽവിൻ ആണ് അല്ലെ. ഡിഗ്രി സെൽഷ്യസിൽ ഈ വാല്യൂ, കെൽവിനിൽ 0 കെൽവിൻ ആണ്. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് 0. സോ വാട്ട് ഈസ് അബ്സല്യൂട്ട് 0 എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അറ്റൈൻ ആൻഡ് ഈസ് ഈക്വൽ ടു 0 കെൽവിൻ. ഇൻ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലോ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സി ഒരു കാര്യം നന്നായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ, നമ്മുടെ ചാൾസ് ലോന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, V പ്രൊപ്പോർഷണൽ ടു T എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് X ആക്സിസിൽ വന്നിട്ട് ടെമ്പറേച്ചറിന് എടുക്കാം, Y ആക്സിസിൽ വന്നിട്ട് വോളിയത്തിന് എടുക്കാം. സോ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോരോ പ്രഷറിൽ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രഷർ, ഇത് വേറെ പ്രഷർ, ഇത് വേറെ പ്രഷർ, വേറെ പ്രഷർ. അപ്പോൾ ഓരോന്നും ഓരോരോ പ്രഷറിലാണ് വരയ്ക്കുന്നത്. കാരണം പ്രഷർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം ചാൾസ് ലോയിലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതിൽ ഓരോ ഗ്രാഫും ഐസോ ബാർ എന്നാണ് അറിയപ്പെടുക. ബാർ എന്ന് വെച്ചാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണല്ലോ. സോ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള അർത്ഥത്തിലാണ് ഐസോ ബാർ എന്നുള്ള ടേം പറയുന്നത്. അപ്പോൾ ഓരോ ഗ്രാഫും ഐസോ ബാർ എന്നാണ് അറിയപ്പെടുക. എല്ലാ ഗ്രാഫിനെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, X ആക്സിസിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ ഗ്രാഫും ഒരേ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുക. ആ പോയിന്റാണ് -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ പോയിന്റ്. കാരണം X ആക്സിസിൽ ടച്ച് ചെയ്താൽ എന്താ അർത്ഥം, വോളിയം 0 എന്നാണ്. കാരണം X ആക്സിസിൽ വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും, നമുക്കറിയാം അല്ലേ. X ആക്സിസിൽ വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ വൈയിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് വോളിയം. അപ്പോൾ X ആക്സിസിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്, വോളിയം 0 എന്നാണ് അർത്ഥം. വോളിയം 0 എന്ന ടെമ്പറേച്ചർ എത്രയാണ്, -273.15 ഡിഗ്രി സെൽഷ്യസ്. സോ ഏതൊരു ഗ്രാഫിൻ്റെ ചാൾസ് ലോയുടെ ഗ്രാഫ് നമ്മൾ വരച്ചാലും ശരി, ആ ഗ്രാഫിനെ X ആക്സിസിലോട്ട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് എവിടെ ടച്ച് ചെയ്തിട്ടുണ്ടാവും, -273.15 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ ചാൾസ് ലോൻ്റെ ഒരു ലോയും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് അടുത്ത ലോയിലോട്ട് കിടക്കാം. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗേ-ലൂസാക്സ് ലോ ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി 10ൽ പഠിച്ചിട്ടില്ല, പുതിയതായിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള ലോ തന്നെയാണ്. എന്ത് തന്നെയാണ്, ഇവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസിൽ പ്രഷറും വോളിയം തമ്മിലുള്ള പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ ഇതിൽ ആരൊക്കെ ആയിരിക്കും കോൺസ്റ്റൻറ്റ്, നമ്മുടെ വോളിയവും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി എന്താ ലോ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൂടുള്ള ദിവസം നമ്മളിപ്പോൾ വണ്ടികളുടെ ടയറിലൊക്കെ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ വെക്കാറുള്ളൂ. പക്ഷേ ചൂടുള്ള സമയങ്ങൾ, നല്ല ഹോട്ട് സമ്മർ സീസൺസിലൊക്കെ ടയറിൻ്റെ പ്രഷർ കൂടാനായിട്ട് തുടങ്ങും. പ്രഷർ കൂടി കഴിഞ്ഞിട്ട് ടയർ എന്താവും, വെടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതേ വിൻ്റർ സീസൺസ് ഒക്കെ ആണെങ്കിൽ, നല്ല തണുപ്പുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയും ഓട്ടോമാറ്റിക്കലി. കാരണം വിൻ്റർ ആണല്ലോ. വണ്ടികളുടെ ടയറിലുള്ള പ്രഷറും എന്താകാൻ തുടങ്ങും, കുറയാനായിട്ട് തുടങ്ങും. സോ ദാറ്റ്സ് ഇറ്റ്. ടെമ്പറേച്ചർ കൂടുന്ന സമയങ്ങളിൽ പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചർ കുറയുന്ന സമയങ്ങളിൽ പ്രഷർ കുറയുന്നു. എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അത്ര തന്നെ. സോ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം the pressure of a fixed amount of gas is directly proportional to temperature. So P directly proportional to temperature. അതാണ് നമ്മുടെ ഗേ-ലൂസാക്കിൻ്റെ ലോ പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ബാക്കി ഫോംസ് നിങ്ങൾക്ക് എഴുതാലോ. P is equal to ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഞാൻ റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും, P
P/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. വേറൊരു ഫോമിൽ എങ്ങനെ എഴുതാം? P1/T1 ഈക്വൽ ടു P2/T2. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നത് നിങ്ങൾ തന്നെ എഴുതിയാലും മതി. ഞാൻ പറഞ്ഞു തന്നെ തന്നെ, ഞാൻ പറഞ്ഞുതരാൻ പോലും പാടില്ല. നിങ്ങൾ തന്നെ സ്വയം എഴുതേണ്ടതാണ്. ഒന്ന് ട്രൈ ചെയ്ത് എഴുതുക. ബാക്കിയുള്ള ലോസിന് പോലെ ഇതിനെ നിങ്ങൾ സ്വയം എഴുതുക. കഴിഞ്ഞു. ഇനി ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ വരച്ചു വിടുക തന്നെ. ഇതാ ടെമ്പറേച്ചറിന് എടുക്കുക, പ്രഷറിന് എടുക്കുക. എത്ര ഗ്രാഫ് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിപ്പോൾ 3 ഗ്രാഫ് വരച്ചു. ഇത് ഏതൊരു വോളിയം, ഇത് വേറൊരു വോളിയം, ഇത് വേറൊരു വോളിയം. കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഓരോ വോളിയത്തിനും ഓരോരോ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഇനി ഇതിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് എവിടെ ടച്ച് ചെയ്യും? പ്രഷർ 0 ആവും. പ്രഷറിന് 0 എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് 0യിൽ വന്ന് ടച്ച് ചെയ്യും. അത് അത്ര തന്നെ ഉള്ളൂ. സോ ഇതാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ഗ്രാഫും എന്ത് പേരിൽ അറിയപ്പെടുക? ഐസോ കോർ എന്നാണ് അറിയപ്പെടുക. ഐസോ കോർ എന്നാണ് അറിയപ്പെടുക. കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ഗ്രാഫുള്ള ഐസോ കോർ എന്നാണ് നമ്മൾ പറയാറായിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ ഗേ-ലൂസാക്കിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ലോ തന്നെയാണ്. ബാക്കിയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ദി ലാസ്റ്റ് വൺ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അവോഗാഡ്രോസ് ലോ. സോ നാലാമതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ലോയാണ് നമ്മുടെ അവോഗാഡ്രോൻ്റെ ലോ. അവോഗാഡ്രോസ് ലോ. ആൻഡ് ഓൾറെഡി 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചത് അവോഗാഡ്രോസ് ലോനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഹിയർ we are talking about the relationship between the volume and the number of moles. വോളിയവും നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ദെൻ ഓട്ടോമാറ്റിക്കലി ആരൊക്കെയായിരിക്കും കോൺസ്റ്റൻറ്റ്? പ്രഷറും ടെമ്പറേച്ചറും. സോ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദി വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ഗ്യാസസ് ഹാവ് ഈക്വൽ വോളിയം. എങ്ങനെ വേണമെങ്കിലും പറയാം. സെയിം ടെമ്പറേച്ചറും സെയിം പ്രഷറും ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 ഗ്യാസിനെടുത്തു, ഹൈഡ്രജൻ എടുത്തു, ഓക്സിജൻ എടുത്തു, നൈട്രജനെയും എടുത്തു. 3 പേരിന് നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ 3 പേരിന് വോളിയം സെയിം ആയിരിക്കും. അല്ല, 3 പേരിന് വോളിയം സെയിം ആണെങ്കിൽ 3 പേരിന് നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും പറയാം. ബിക്കോസ് 3 പേരിന് എടുത്തത് എന്താണ്? സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലുമാണ്. സോ ദാറ്റ്സ് വാട്ട്സ് അവോഗാഡ്രോസ് ലോ ഈസ് ടോക്കിംഗ് അബൌട്ട്. ആൻഡ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? V പ്രൊപ്പോർഷണൽ ടു n അറ്റ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ വിനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്ക് ആര് വേണം? ഒരു കോൺസ്റ്റൻറ്റ് വേണം. K4 × n എന്ന് നമ്മൾ ചെയ്യും. ആൻഡ് ദിസ് K4 ഈസ് നത്തിങ് ബട്ട് NA അവർ അവോഗാഡ്രോസ് കോൺസ്റ്റൻറ്റ്. അവോഗാഡ്രോ കോൺസ്റ്റൻറ്റ് or Avogadro value എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എത്രയാണ്? 6.022 × 10⁻23. 6.022 × 10⁻23 എന്ന് പഠിച്ചിട്ടില്ലേ? അവോഗാഡ്രോ നമ്പർ അത് തന്നെയാണ് ഇത് NA. അതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. സോ V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു n. സ്മോൾ ലെറ്റർ n എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസിനെ. അപ്പോൾ ഈക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോംസ് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓഫ് കോഴ്സ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അവോഗാഡ്രോ ലോ വരുമ്പോഴാണ് നമുക്ക് ആരും കൂടി ചേർന്ന് വരുന്നത്? STP അല്ലേ? 10ൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് STP? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. STPന്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് 273 കെൽവിൻ ടെമ്പറേച്ചറും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ 1 ബാർ പ്രഷർ എന്നൊക്കെ തന്നിട്ടുണ്ടാവും. ശരി തന്നെയാണ്. സോ 1 ATM പ്രഷർ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് STP. ആ STPയുടെ ഫുൾ ഫോമാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആൻഡ് ഒരു കാര്യം കൂടി 10ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറ്റ് STP 1 mole ഓഫ് എനി ഗ്യാസ് ഓക്കുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റർ. STPയിലെ ഏതൊരു ഗ്യാസ് 1 മോൾ എടുത്താലും ശരി, അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ദാറ്റ്സ് വൈ നമ്മൾ എന്ത് പഠിച്ചു? മോളാർ വോളിയം. മോളാർ വോളിയം ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ എന്ന് പഠിച്ചു. അല്ലെങ്കിലോ 22,400 മില്ലി ലിറ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ടെക്സ്റ്റ് ബുക്കിൽ 22.7 ലിറ്റർ എന്ന് തന്നിട്ടുണ്ടാവും. രണ്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 22.4 ലിറ്ററും ഓക്കെയാണ്, 22.7 ലിറ്റർ എന്നുള്ളതും അക്സെപ്റ്റബിൾ ആണ്. ഏത് വേണം നിങ്ങൾ യൂസ് ചെയ്തോളൂ, ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാൻ സപ്പോസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഏത് ഫോളോ ചെയ്യാൻ പറയുന്നോ അത് ഫോളോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ദി മോളാർ വോളിയം എന്ന് വെച്ചാൽ 22.4 ലിറ്റർ അല്ലെങ്കിൽ 22.7 ലിറ്റർ ആണ്. ഇറ്റ് ഈസ് എ വോളിയം occupied by 1 mole of a gas at STP. ആർക്കല്ലോ? സോ അത്രേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മുടെ ഗ്യാസ് ലോസ് എന്ന് പറയുന്ന ആൾക്കാർ. ഈ ഗ്യാസ് ലോസിനെ മൊത്തം കമ്പയർ ചെയ്ത് എന്ത് സംഭവിക്കും? നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം.
നമ്മൾ ഈ ഗ്യാസുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ ഗ്യാസുകൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് റിയൽ ഗ്യാസ്, പിന്നൊന്ന് ഐഡിയൽ ഗ്യാസ്. എന്നാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? ഐഡിയൽ എന്നുള്ള ടേം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഓർമ്മയുണ്ടോ? ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ബോഡി എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ ഗ്യാസും റിയൽ ഗ്യാസാണ്. ഇവരാരും തന്നെ ഐഡിയൽ ഗ്യാസ് അല്ല. പിന്നെ എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡോസ് ലോ, ഈ 3 ABCനെയും ഫോളോ ചെയ്യുന്ന ഓവർ ആൻ അപ്രഷ്യബിൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഒരു അപ്രഷ്യബിൾ നല്ലൊരു ടെമ്പറേച്ചർ പ്രഷർ റേഞ്ചിലെ ഈ 3 ഗ്യാസ് ലോസിനെയും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഗ്യാസിന് പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. So the gas which follows both Boyle's law, Charles' law and Avogadro's law over an appreciable range of temperature and pressure is known as an ideal gas, and no gas in this world is purely ideal. നമ്മുടെ ലോകത്തുള്ള ഒരു ഗ്യാസും ഐഡിയൽ ഗ്യാസ് അല്ല. കാരണം ചിലപ്പോൾ അവർ ബോൾസ് ലോ ഫോളോ ചെയ്യും, പക്ഷേ ബാക്കി 2 ലോ ഫോളോ ചെയ്യില്ല. ചിലപ്പോൾ ബോൾസ് ലോയും ചാൾസ് ലോയും ഫോളോ ചെയ്യുന്നുണ്ടാവും, മറ്റേ അവഗാഡ്രോസ് ലോ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇത് 3ഉം ഫോളോ ചെയ്യണം, എങ്കിൽ അത് എന്താവുള്ളൂ? ഐഡിയൽ ഗ്യാസ് ആവുള്ളൂ. സോ ഒരു ഗ്യാസും ഐഡിയൽ ഗ്യാസ് അല്ല. അപ്പോൾ എല്ലാവരും എന്താണ്? റിയൽ ഗ്യാസാണ്. നമ്മുടെ മുമ്പിലുള്ളവരൊക്കെ റിയൽ ആയിട്ടുള്ള ഗ്യാസുകളാണ്, അവരൊന്നും എന്തല്ല? ഐഡിയൽ ഗ്യാസ് അല്ല. സോ നമ്മൾ ജസ്റ്റ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പറയണമെന്ന് മാത്രം. അപ്പോൾ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് 3 ഇക്വേഷനും വേണം. അപ്പോൾ ഓരോ തന്നെ ഇക്വേഷൻ എടുക്കാം. നമ്മുടെ ബോയിലിൻ്റെ ഇക്വേഷൻ എന്താണ്? PV = കോൺസ്റ്റൻറ്റ് അല്ലേ? ചാർലിൻ്റെ ഇക്വേഷൻ എന്താണ്? V/T = കോൺസ്റ്റൻറ്റ്. അവഗാഡോൻ്റെ ഇക്വേഷൻ എന്താണ്? V/N = കോൺസ്റ്റൻറ്റ്. ഇതാണല്ലോ ഇവർ 3 പേരുടെയും ഇക്വേഷൻ. 3 പേർക്ക് ഇക്വേഷൻ വന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 3 ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? PV/T = N എന്ന് കിട്ടും. 3 ഇക്വേഷനും കമ്പൈൻ ചെയ്താൽ അങ്ങനെ കിട്ടും. കാരണം എന്താണ്? ഈ ടീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഈ ടീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെ വരും? V = ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു T എന്ന് വരും. കോൺസ്റ്റൻറ്റ് ആരായിക്കൊള്ളട്ടെ. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? V = ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു N എന്ന് വരും. എന്നല്ല, കോൺസ്റ്റൻറ്റ് ആരായിക്കൊള്ളട്ടെ. അപ്പോൾ V എവിടെയാണ് ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. P എവിടെയാണ് ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുള്ള Pനെയും Vനെയും എടുത്താൽ PV. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയുണ്ട്? ടെമ്പറേച്ചറും ഉണ്ട്, N ഉണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെ വരും? NT എന്ന് വരും. ആണല്ലോ. ആ ടീനെ തൂക്കി ഞാൻ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അവിടെയുള്ള ടീനെ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സോ PV/T = N എന്ന് വരും. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്പറാണ്. ഇനി ഇവിടെ ആര് ബാക്കിയുണ്ട്? കോൺസ്റ്റൻസ് നമുക്ക് ബാക്കിയുണ്ട്. ആണല്ലോ, ഓരോന്നിലും കോൺസ്റ്റൻറ്റ് ബാക്കിയാണ്. ആ കോൺസ്റ്റൻസ് ആയിരുന്നു നമുക്കറിയില്ല. അപ്പോൾ എല്ലാത്തിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നു, അതാണ് 6. എല്ലാ കോൺസ്റ്റൻറ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന കോൺസ്റ്റൻ്റാണ് 6. അപ്പോൾ നമ്മൾ ഈ 3 ഇക്വേഷൻ കമ്പൈൻ ചെയ്താൽ അത് ഈ ഒരു ഫോർമാറ്റിലോട്ടാണ് വരിക. ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കുറച്ച് ചന്തത്തിൽ എഴുതി കഴിഞ്ഞാൽ PV = nRT എന്ന് നമുക്ക് കിട്ടും. ആ 3 ലോനെയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഫോർമാറ്റിലോട്ടാണ് വരിക. ഇതിൽ Pയും Vയും നമ്മുടെ ആൾക്കാർ, Nഉം Tയും നമ്മുടെ ആൾക്കാർ, R എന്ന് പറയുന്നതാണെങ്കിലോ എല്ലാ കോൺസ്റ്റൻറ്റും കൂടി ചേർത്ത് നമ്മൾ കൊണ്ടുവന്ന കോൺസ്റ്റൻ്റ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നറിയപ്പെടുന്ന ആളാണ് അയാൾ. R എന്ന് പറയുന്ന ആൾ. അയാളുടെ ഒരു വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. 8.314 J/Kelvin/mol. അതാണ് അയാളുടെ ഒരു വാല്യൂ. 8.314 J/Kelvin/mol. ആ ഒരു വാല്യൂ പഠിച്ചു വയ്ക്കുക. ആൻഡ് ദിസ് ഇക്വേഷൻ PV = nRT എന്നറിയപ്പെടും. കെമിസ്ട്രിൻ്റെ ജീവവായു എന്നറിയപ്പെടുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ് ഇത്. ദി ഐഡിയൽ ഗ്യാസ് ലോ അല്ലെങ്കിൽ ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ലോ എന്നറിയപ്പെടുന്ന ഇക്വേഷനാണിത്. PV = nRT. 3 ഗ്യാസ് ലോസും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഈ ഒരു ലോയിൽ നിന്ന് നമുക്ക് 3 ലോയും കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ജസ്റ്റ് ബോൾസ് ലോ നമുക്കൊന്ന് നോക്കാം. ബോൾസ് ലോയിൽ ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻറ്റ്, R ഓൾറെഡി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവർ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയി. PV = കോൺസ്റ്റൻറ്റ്. ബോൾസ് ലോ കിട്ടി. ചാൾസ് ലോയിൽ ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? പ്രഷറും നമ്പർ ഓഫ് മോൾസും. അപ്പോൾ പ്രഷറും കോൺസ്റ്റൻറ്റ്, നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് ഒഴിവാക്കി കളയാം. ഈ ബാക്കിയുള്ള കോൺസ്റ്റൻസിനെ ഒഴിവാക്കി കളഞ്ഞാൽ എന്ത് വരും? V = T എന്നുള്ള ഫോർമാറ്റിലോട്ട് വരും അല്ലേ? ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. ആ ടെമ്പറേച്ചറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഈ പ്രഷറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താവും? V/T എന്നാവും അല്ലേ? ഈ പ്രഷർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലോ
അവിടെയുള്ള 3 പേരും കോൺസ്റ്റൻ്റ് ആയി, എന്നും കോൺസ്റ്റൻറ്റ്, ആറും കോൺസ്റ്റൻറ്റ്, പിയും കോൺസ്റ്റൻറ്റ്. സോ വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് വരും, ചാൾസ് ലോ. ഇങ്ങനെ എല്ലാ ലോസും നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഗേ-ലൂസാക്കിൻ്റെ ലോയും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതിന് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു ഇക്വേഷൻ വേറെ രീതിക്ക് മാറ്റിയിടും. എങ്ങനെ, ഇതൊന്ന് വെച്ചിട്ട് സപ്പോസ് എന്നും ആറും മാത്രം കോൺസ്റ്റൻ്റ് എന്ന് വിചാരിക്കുക. 6 എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിനിപ്പോൾ തൽക്കാലം എന്നിന് മാത്രം കോൺസ്റ്റൻ്റ് ആക്കി. അപ്പോൾ ബാക്കി 3 പേരും കോൺസ്റ്റൻ്റ് അല്ലല്ലോ. അപ്പോൾ പി കോൺസ്റ്റൻ്റ് അല്ല, വി കോൺസ്റ്റൻ്റ് അല്ല, ടി കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവർ 3 പേരെയും മാത്രം നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, ബാക്കി 2നും വേറൊരു ഭാഗത്തേക്ക് നിർത്തി. അപ്പോൾ പി വി ബൈ ടി ഈക്വൽ ടു ആർ എൻ എന്ന് നമുക്ക് വന്നു. ഇതിൽ ആർ എൻ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആക്കി നമ്മളിപ്പോൾ മാറ്റി. കാരണം ആർ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, എൻ നമ്മളിപ്പോൾ കോൺസ്റ്റൻ്റ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ പി വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് വന്നല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് വേറെ എങ്ങനെ എഴുതാം, പി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ ടു പി ടു വി ടു ബൈ ടി ടു എന്ന് എഴുതാലോ. കഴിഞ്ഞ 4 ലോയിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഒരു സംഭവം ഈക്വൽ ടു കോൺസ്റ്റൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. കമ്പൈൻഡ് ഗ്യാസ് ലോ എന്നാണ് നമ്മളിതിനെ പറയുക. ഇതിന് പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഈ 6ൽ ഏതെങ്കിലും 5 പേരെ തന്നിട്ട് 6ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും, പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. തൽക്കാലം നിങ്ങൾ ആദ്യം ഇക്വേഷൻ എന്തെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ഇത് ഐഡിയൽ ഗ്യാസ് ലോ, ഇതാണെങ്കിലോ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്നറിയപ്പെടും. ഇനി ഇതിന് വേറൊരു പേരും കൂടി പറയും, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുകൂടി പറയാറുണ്ട്. ഇതിന് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും കൂടി പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്യാസിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് അവർ 4 പേരും അല്ലേ. അവർ 4 പേരും കൂടി ചേർന്നിട്ടുള്ളൊരു ഇക്വേഷൻ ആണല്ലോ. അതുകൊണ്ട് ഇതിന് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുകൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. സോ വൺസ് അഗൈൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത ക്ലാസ് കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വാങ്ങിയ സൈനിങ് ഓഫ് അഷീഫ്. ഗുഡ് ബൈ.